Hello everyone, it's me Faiz from AIMS Nagpur. സോ നമ്മൾ ഓസിലേഷൻസ് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, എക്സസൈസ് ആദ്യത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിരുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. സോ നമ്മൾ ആദ്യത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾസ് റെപ്രസെന്റ് പീരിയോഡിക് മോഷൻ? നമുക്ക് 4 മോഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ആരൊക്കെയാണ് പീരിയോഡിക് മോഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്? സോ ആദ്യം നമ്മൾ എന്താണ് ഓർമ്മിക്കേണ്ടത്? എന്താണ് പീരിയോഡിക് മോഷൻ? പീരിയോഡിക് മോഷൻ ഈസ് വാട്ട്? പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാല്, പീരിയോഡിക് മോഷൻ എന്താണ്? ദ മോഷൻ ദാറ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. ഏത് മോഷൻ ആയിക്കോട്ടെ, ആ മോഷൻ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അതായത് പോയി വന്നു, വീണ്ടും പോയി വന്നു. എനി മോഷൻ ദാറ്റ് റിപ്പീറ്റ്സ്, ദാറ്റ്സ് കോൾഡ് പീരിയോഡിക് മോഷൻ ഇറ്റ്സെൽഫ്. ഓക്കെ, സോ നമ്മൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? എ സ്വിമ്മർ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? എ സ്വിമ്മർ കംപ്ലീറ്റിംഗ് വൺ റിട്ടേൺ ട്രിപ്പ് ഫ്രം വൺ ബാങ്ക് ഓഫ് എ റിവർ ടു ദ അതർ ബാങ്ക്. എന്താ പറഞ്ഞത്? ഒന്നാമത്തെ കണ്ടീഷൻ നോക്കാം. ഇതാണ് സപ്പോസ് ഒരു റിവർ, ഇതാണ് നമ്മളെ റിവർ. ഓക്കെ, ഇതാണ് റിവർ. ഒരു സ്വിമ്മർ ഉണ്ട്. സ്വിമ്മർ എന്ത് ചെയ്യുന്നു? ഫ്രം വൺ ബാങ്ക് ഓഫ് റിവർ ടു ദ അതർ, അതായത് ഇവിടുന്ന് ഇവിടത്തേക്ക് വന്നു, വീണ്ടും ഇവിടുന്ന് ഇവിടത്തേക്ക് വന്നു, അല്ലേ? ബട്ട് ക്വസ്റ്റ്യനിൽ നോക്ക്, വൺ ട്രിപ്പാണ്, ഒറ്റ ട്രിപ്പേ ഉള്ളൂ. എ സ്വിമ്മർ കംപ്ലീറ്റിംഗ് വൺ ട്രിപ്പ് ഫ്രം വൺ ബാങ്ക് ഓഫ് റിവർ ടു ദ അതർ ആൻഡ് ബാക്ക്. അത് ഇവിടുന്ന് ഇവിടെ എത്തി, ഇവിടുന്ന് ഇവിടെ, ഒറ്റ ട്രിപ്പേ ഉള്ളൂ. വീണ്ടും ഇങ്ങനെ പോയി ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നില്ല, ഒറ്റ ട്രിപ്പേ ഉള്ളൂ. സോ ഒറ്റ ട്രിപ്പ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഇത് മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ നമുക്ക് എന്ത് പറയാം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ആക്ച്വലി? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാം, ദിസ് ഈസ് നോട്ട് റിപ്പീറ്റഡ്. കറക്റ്റ് അല്ലേ? ദിസ് മോഷൻ ഈസ് നോട്ട് റിപ്പീറ്റിംഗ്. ക്വസ്റ്റനിൽ 1 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നോട്ട് റിപ്പീറ്റിംഗ്, സോ വി ക്യാൻ സേ ദിസ് മോഷൻ ഈസ് നോട്ട് പീരിയോഡിക്. അല്ലേ? ഈ മോഷൻ പീരിയോഡിക് ആണോ? അല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? എ ഫ്രീലി സസ്പെൻഡഡ് ബാർ മാഗ്നറ്റ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ഇറ്റ്സ് നോർത്ത് സൗത്ത് ഡിറക്ഷൻ ആൻഡ് റിലീസ്ഡ്. അതായത് ഞാനത് പിക്ചോറിക്കലി കാണിച്ചുതരാം. എന്തുണ്ട്? രണ്ടാമത്തെ നമുക്ക് നോക്കുകയാണെങ്കിൽ, സപ്പോസ് ഇതൊരു ഫിക്സഡ് സപ്പോർട്ടാണ്. നമ്മളെ കയ്യിൽ ആരുണ്ട്? നമ്മളെ കയ്യിൽ ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ എന്ത് ചെയ്തു? ബാർ മാഗ്നറ്റിന്റെ ആദ്യത്തെ പൊസിഷൻ ഇങ്ങനെയാണ് നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാം. പിന്നെ എന്താ ചെയ്തത്? അല്ലെ, ഡിസ്പ്ലേസ്ഡ് ഫ്രം നോർത്ത് സൗത്ത് ഡയറക്ഷൻ. കുറച്ച് എന്ത് ചെയ്തു? നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ബാർ മാഗ്നറ്റ് വെച്ചത്. സോ ഒബ്വിയസ്ലി എന്ത് ചെയ്യും? അല്ലേ, ഫ്രീലി സസ്പെൻഡഡ് ആണ്. ബാർ മാഗ്നറ്റ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ഇറ്റ്സ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ റിലീസ്ഡ്. അല്ലേ, ബാർ മാഗ്നറ്റ് ഈ സ്ട്രേറ്റ് ലൈനിൽ അലൈൻ ചെയ്യാൻ ശ്രമിക്കില്ല, ഇങ്ങ് വരും. പിന്നെയോ ഇങ്ങ് വന്ന് കുറച്ച് തളർത്തും, കുറച്ച് മുകളിലും, അല്ലേ, ഫോർ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആക്ച്വലി എന്തായിരിക്കും? ഒരു പീരിയോഡിക് മോഷൻ കിട്ടും, ബിക്കോസ് മോഷൻ വിൽ റിപ്പീറ്റ് ഇറ്റ് സെൽഫ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ബി എന്താണ്? പീരിയോഡിക് ആണ്. പീരിയോഡിക് മോഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് സി എന്താ പറയുന്നത്? ഹൈഡ്രജൻ മോളിക്യൂൾ റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് സെന്റർ ഓഫ് മാസ്. വി ഹാവ് എ ഹൈഡ്രജൻ മോളിക്യൂൾ, അത് റൊട്ടേറ്റ് ചെയ്യാണ് അബൌട്ട് ഇറ്റ്സ് സെന്റർ ഓഫ് മാസ്. ഹൈഡ്രജൻ മോളിക്യൂൾ റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് സെന്റർ ഓഫ് മാസ്, അത് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ മോളിക്യൂൾ അല്ലേ? സോ ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുമ്പോ, സപ്പോസ് ഇവിടെ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ എന്താണ്? ഹൈഡ്രജൻ മോളിക്യൂൾ അതിന്റെ സെന്റർ ആയിട്ട് എന്താണ്? ഹൈഡ്രജൻ മോളിക്യൂൾ റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ് സെന്റർ ഓഫ് മാസ്. ഓക്കെ, ഹൈഡ്രജൻ മോളിക്യൂൾ. സോ ഇതാണ് ഹൈഡ്രജൻ മോളിക്യൂളിന്റെ സെന്റർ ഓഫ് മാസ് വിചാരിച്ചു ഇത്. ഓക്കെ, അതിന് ചുറ്റും എന്ത് ചെയ്യാണ്? ഹൈഡ്രജൻ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ഒബ്വിയസ്ലി അതെന്തായിരിക്കും? പീരിയോഡിക് മോഷൻ ആയിരിക്കും, ബിക്കോസ് ഇറ്റ്സ് റിപ്പീറ്റിംഗ്. കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് സി ഈസ് ആക്ച്വലി റിപ്പീറ്റിംഗ് മോഷൻ ആണ്. സോ ഇറ്റ് വിൽ ബി പീരിയോഡിക്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് 4, an arrow released from a bow. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇതാണ് എന്റെ ബോ എന്ന് വിചാരിച്ചോ. ഇവിടുന്ന് എന്ത് ചെയ്തു? ഒരു ആരോ റിലീസ് ചെയ്തു. ആരോ റിലീസ് ചെയ്താല് ആരോയിൽ എങ്ങനെ പോയി നിലത്ത് വീഴുന്നില്ലേ? പോയി ആരോ റിലീസ്ഡ് ഫ്രം എ ബോ. എവിടെയെങ്കിലും റിപ്പീറ്റേഷൻ ഉണ്ടോ? ഇറ്റ്സ് നോട്ട് റിപ്പീറ്റിംഗ്. ഇറ്റ്സ് നോട്ട് എ പീരിയോഡിക് മോഷൻ, അല്ലേ? It's not repeating, so it's not a periodic motion. It's not a periodic motion because it's not repeating. Yes.
നോട്ട് പീരിയോഡിക് മോഷൻ, നോട്ട് എ പീരിയോഡിക് മോഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 4 സ്റ്റേറ്റ്മെന്റും പറഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 13.1 നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 13.2 കാണാം. Which of the following examples represent nearly a simple harmonic motion and which represent periodic but not simple harmonic motion? ഇതിൽ ആരൊക്കെയാണ് എന്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇനി ആരൊക്കെയാണ് പീരിയോഡിക് ബട്ട് നോട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ റെപ്രസെന്റ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ റൊട്ടേഷൻ ഓഫ് എർത്ത് അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. നമുക്കറിയാം എന്താണ് പീരിയോഡിക് മോഷനും SHM തമ്മിലുള്ള റിലേഷൻ. യെസ്, അതായത് all SHMs are periodic but all periodic motions are not SHM. എന്താണ് കണ്ടീഷൻ? In a simple harmonic motion, the displacement of a particle from its equilibrium, condition അവിടെ F is equal to minus F directly proportional to, yes, ഇതാണ്. The force acting in a simple harmonic motion is proportional to displacement and is always directed towards the center of motion. അതായത് ഫോർ SHM നമുക്ക് എഴുതാം, ഫോർ SHM നമ്മളെ കണ്ടീഷൻ എന്താണ്? എല്ലാ മോഷനും, ഒരു മോഷനും നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കണമെങ്കിൽ അത് ഈ കണ്ടീഷൻ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അതായത് ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്തായിരിക്കണം? ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് മോഷൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. The rotation of Earth about its axis. Rotation of Earth about its axis. Okay, ഇതാണ് ആക്സിസ് എങ്കിൽ, ഇതാണ് നമ്മൾ എർത്ത് എങ്കിൽ, എർത്ത് എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഇതെന്താണ്? ആക്ച്വലി പീരിയോഡിക് ആണ്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് SHM ആണോ? അല്ല. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് പറയാം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പീരിയോഡിക് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പീരിയോഡിക് ആണ്, ബട്ട് നോട്ട് SHM. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോ. മോഷൻ ഓഫ് an oscillating mercury column in a U-tube. Oscillating column in a U-tube. എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്തു? ഓസിലേറ്റിംഗ് മെർക്കുറി ഉദ്ദേശിച്ചത് ഇതാണ്, ഇങ്ങനെയാണ്. നോക്കിക്കോ, ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ യൂട്യൂബ് എങ്കിൽ, അതെ, കറക്റ്റ് അല്ലേ? വി ഹാവ് മെർക്കുറി. ഈ ലെവൽ വരെ മെർക്കുറി ഉണ്ട്. ഓക്കെ, ഈ ലിംബിൽ കുറച്ച് മുകളിലോട്ട്. സോ ആ മുകളിലോട്ട് എന്ത് വരും? അല്ലേ, ഈ മുകളിലോട്ടുള്ള പ്രഷർ ഡിഫറൻസ് കാരണം താഴോട്ടേക്ക് ഒരു ഫോഴ്സ് വരും. കറക്റ്റ് അല്ലേ? ആ ഫോഴ്സ് കൊണ്ട് ഈ ലിംബിലെ മെർക്കുറി ലെവൽ മുകളിലോട്ട് പോകും. ഇനി ഈ ലിംബിലുള്ള മെർക്കുറി ലെവൽ മുകളിലോട്ട് പോയാൽ ഇവിടുന്ന് താഴോട്ട് ഫോഴ്സ് വരും. ഇത് മുകളിലോട്ട് പോകും. സോ ഇറ്റ്സ് ആക്ച്വലി എന്തായിരിക്കും? ഒരു ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് ആയിരിക്കും. സോ ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മള് മൂന്നാമത്തെ രണ്ടാമത്തെ മോഷൻ ഓഫ് എൻ ഓസിലേറ്റിംഗ് മെർക്കുറി കോളം ഇൻ എ യൂട്യൂബ്. എന്താണ് മോഷൻ ഓഫ് എൻ ഓസിലേറ്റിംഗ് മെർക്കുറി കോളം ഇൻ എ യൂട്യൂബ്? പീരിയോഡിക്കും ആണ്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ടു ആൻഡ് ഫ്രോ മോഷനുമാണ്. പീരിയോഡിക് ആൻഡ് SHM. ബിക്കോസ് ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? സപ്പോസ് ഇതൊരു എക്സ് ആണ് ഒരു ഹൈറ്റ് ഡിഫറൻസ് എങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെ എക്സ് പ്രഷർ കാണും. നോട്ട് എക്സ് പ്രഷർ, എക്സ്റോജി പ്രഷർ കാണും. എക്സ്റോജി പ്രഷർ ആ ഒരു ഏരിയ ആയിരിക്കും ഫോഴ്സ് ഇതായിരിക്കും. ആക്ച്വലി ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് പീരിയോഡിക് മോഷൻ പറയാം, ബട്ട് ഓൾസോ ഇറ്റ്സ് SHM. കറക്റ്റ് അല്ലേ? യെസ്. ഇനി നമ്മളെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മോഷൻ ഓഫ് എ ബോൾ bearing inside a smooth curved ball when released from a point slightly above the lowermost point. Okay, അത് നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. വി ഹാവ് എ വാട്ടർ. നമുക്കൊരു ബോൾ ഉണ്ട് കയ്യിൽ, നമ്മളെ കയ്യിൽ ഒരു ബോൾ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ ബോൾ എന്ന് വിചാരിച്ചോ. സ്മൂത്ത് ബോൾ ആണ്. ഞാൻ എന്റെ കയ്യിൽ ഒരു ബോൾ ഉണ്ട്. ഇതാണല്ലേ മീൻ പൊസിഷൻ. ഞാൻ എന്ത് ചെയ്തു? കുറച്ച് മുകളിലോട്ട് കൊണ്ടുപോയി. സോ ബോൾ ഒബ്വിയസ്ലി താഴോട്ടേക്ക് വരുന്ന ടെൻഡൻസി ഇല്ലേ? യെസ്. സോ കുറച്ച് ഇങ്ങോട്ടേക്ക് പോകും. പിന്നെ ഇങ്ങനെ അല്ലേ? ആക്ച്വലി ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് എന്ത് ചെയ്യും? യെസ്, ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇറ്റ് ഈസ് എൻ SHM and it's a periodic motion and it's also an SHM. Correct. So statement motion of a ball bearing inside a smooth curved ball when released from a point slightly above the lowermost point is actually SHM. Actually periodic and SHM. Obviously SHM ആണെങ്കിൽ ഇത് periodic ആയിരിക്കും. Yes. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് general vibrations of a polyatomic molecule about its equilibrium position.
ജനറൽ വൈബ്രേഷൻസ് ഓഫ് എ പോളിയാറ്റോമിക് മോളിക്യൂൾ അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. അതിനെങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? അല്ല, ആക്ച്വലി നമ്മളൊരു പോളിയാറ്റോമിക് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അല്ലെ സെവറൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണത്തില്ലേ? യെസ്, എന്ത് കാണാൻ പറ്റും? സെവറൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ആക്ച്വലി എന്തായിരിക്കും? സൂപ്പർ പൊസിഷൻ ഓഫ് സെവറൽ പീരിയോഡിക് മോഷൻസ് ആണ് സംഭവിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? സൂപ്പർ പൊസിഷൻ ഓഫ് several periodic motions. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ്സ് നോട്ട് an SHM. ഓക്കെ, യെസ്. അത് കഴിഞ്ഞു. 13.2 നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. മൂവിംഗ് ടു 13.3. We have been given graphs for xt plots for linear motion of a particle. Which of the plots represent periodic motion? What is the period of motion in case of a periodic motion? ഓക്കെ, ഈ ഗ്രാഫിൽ ആരൊക്കെയാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയണം. പിന്നെ അത് പീരിയോഡിക് മോഷൻ ആണെങ്കിൽ അതിന്റെ ടൈം പീരീഡ് എത്ര എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം പറയാം. നമുക്ക് ഒന്നാമത്തെ മോഷൻ നോക്കാം. നമുക്ക് ഒന്നാമത്തെ മോഷൻ ഇതിലെ എ ആണ്. ഓക്കെ, എ നോക്കാം നമുക്ക്. ഇതിൽ കണ്ട ഇതില് എക്സ് ആക്സിൽ ടൈം ആണ്, വൈ ആക്സിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഡിസ്റ്റൻസ് കവേർഡ് ആണ്. സോ ടൈം കൂടുന്തോറും എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കൂടി അല്ലേ? ഈ ടൈമിൽ നോക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ, ഈ ടൈമിൽ നോക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ അല്ലേ? ടൈം കൂടുന്തോറും ഡിസ്പ്ലേസ്മെന്റ് കൂടിക്കൊണ്ടിരിക്കും. അതായത് ഇത് ഒരേ ഡയറക്ഷനിൽ എന്ത് ചെയ്യണം? മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ? ഒരേ ഡയറക്ഷനിൽ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. തിരിച്ചു വരുന്നൊന്നുമില്ല. മോഷൻ ഈസ് നോട്ട് റിപ്പീറ്റിംഗ് അല്ലെ? മോഷൻ ഈസ് നോട്ട് റിപ്പീറ്റിംഗ്. നമുക്ക് എന്താ പറയാം? ദിസ് ഈസ് നോട്ട് പീരിയോഡിക്. യെസ്, ദിസ് ഈസ് നോട്ട് പീരിയോഡിക്. ഇനി ബി നോക്കിക്കോ. കണ്ട് നമുക്ക് മനസ്സിലാവും. എന്താ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എത്തി. യെസ്, വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എത്തി. സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തി. ആക്ച്വലി എന്താണ്? മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? So motion repeating itself after a regular interval of time, that's called time period. So we can say that this is motion B is a periodic motion. We can say this is a periodic motion. But this is not SHM. Yeah, this is not SHM. Just a periodic motion എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. Okay. So this is a periodic motion. ഇനി എന്താണ് കാണേണ്ടത്? What is the period of motion? സോ പീരിയോഡിക് മോഷൻ ആണെങ്കിൽ എത്രയാണ് ഇതിന്റെ പീരീഡ്? നമുക്ക് എന്താണ് കാണേണ്ടത്? പീരീഡ്. എങ്ങനെ കാണുന്നത് ഇതിന്റെ പീരീഡ്? ഇതിന്റെ ടൈം പീരീഡ് നമ്മൾ എങ്ങനെ കാണും? സിമ്പിൾ ആണ്. ഇതാണ് -3 പോയിന്റ് അല്ലെ? ഇത് -1 പോയിന്റ്. സോ ഇവിടെ എത്താൻ എടുത്ത ടൈം എത്രയാണ്? 2 സെക്കൻഡ്. അല്ലെങ്കിൽ ഇവിടെ നോക്കിക്കോ, കണ്ടാ ഇതെന്താണ്? അഗെയിൻ 2 സെക്കൻഡ്. കറക്റ്റ് അല്ലേ? ഇവിടുന്ന് ഇവിടെ എടുത്താണ് അഗെയിൻ 2 സെക്കൻഡ്. സോ വി ക്യാൻ സേ ടൈം പീരീഡ് എത്രയാണ് വരുന്നത്? ടൈം പീരീഡ് വരുന്നത് എത്രയാണ്? ടൈം പീരീഡ് വിൽ ബി 2 സെക്കൻഡ്. TP മീൻസ് ടൈം പീരീഡ്. ഇനി മൂന്നാമത്തെ മോഷൻ നോക്ക്. മൂന്നാമത്തെ മോഷൻ ഉണ്ട് ഒരു നോൺ യൂണിഫോം അല്ലെ, ഇറഗുലർ മോഷൻ. ഇങ്ങനെ വീണ്ടും ഇവിടെ ഒന്ന്. ദിസ് ഈസ് നോട്ട് റിപ്പീറ്റിംഗ് അല്ലെ? സോ വി ക്യാൻ ദിസ് ഈസ് നോട്ട് പീരിയോഡിക് മോഷൻ. ആ ഒരു ഗ്രാഫ് തന്നെ വളരെ വ്യക്തമാണ്. ദിസ് ഈസ് നോട്ട് എ പീരിയോഡിക് മോഷൻ. ഇനി നാലാമത്തത് ഡി നോക്ക്. ഡി പീരിയോഡിക് ആണ്, സിമ്പിൾ ആണ് അല്ലെ? സിമ്പിൾ ആണ്. SHM ഓൾസോ കറക്റ്റ്. സൈനസോയിഡൽ ഗ്രാഫ് ആണ്. This is an SHM also. So this is actually periodic and SHM. ഇവിടെ പീരിയോഡിക് മോഷൻ ആയിരുന്നു, ബട്ട് നോട്ട് SHM ആയിരുന്നു അല്ലെ? യെസ്. ഇവിടെയോ പീരിയോഡിക് ആണ്, SHM ആണ്. പീരിയോഡിക് മോഷൻ ആണെങ്കിൽ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? പീരിയോഡിക് മോഷൻ ആണെങ്കിൽ നമ്മളോട് ടൈം പീരീഡ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ ടൈം പീരീഡ് എങ്ങനെ കാണുന്നത്? സിമ്പിൾ ആണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടം വരെ എത്രയാണ്? 2 സെക്കൻഡ്. ടൈം പീരീഡ് വിൽ ബി 2 സെക്കൻഡ്. കറക്റ്റ് അല്ലേ? യെസ്. ഇതിൽ ടൈം പീരീഡ് കാണാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ അതേ പൊസിഷനിലെത്താൻ ടൈം ഒക്കെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. -1 to 1 that is 2 സെക്കൻഡ്. യെസ്. ഓക്കെ. ഇനി നമുക്ക് 13.4
നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13.4. 13.3 നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ നമ്മളത് സോൾവ് ചെയ്തു. സോ ആരൊക്കെയാണ് പീരിയോഡിക് മോഷൻ? ഓക്കെ, ആരൊക്കെയാണ് പീരിയോഡിക് മോഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്? പ്ലോട്ട്സ് ബി ആൻഡ് പ്ലോട്ട് ഡി. ആരൊക്കെയാണ് ഇനി അതിന്റെ പീരീഡ് ഓഫ് മോഷൻ കണ്ടില്ലേ? ബി ആൻഡ് ഡി ആണ് എന്ത് പീരിയോഡിക് മോഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13.3 സോ ഓവർ. 13.4 പോകാം പ്ലീസ്. Which of the following functions of time? Okay, we have been given A, B, C, D, E, F. ഇത്രയും ഫങ്ഷൻസ് ഓഫ് ടൈം ഗിവൺ ആണ്. ഇതിൽ ആരൊക്കെയാണ് സിമ്പിൾ ഹാർമോണിക്, ആരാണ് പീരിയോഡിക് ബട്ട് നോട്ട് സിമ്പിൾ ഹാർമോണിക്, ഇനി ആരാണ് നോൺ പീരിയോഡിക്? ഇനി ഗിവ് പീരിയഡ് ഫോർ ഈച്ച് കേസ് ഓഫ് പീരിയോഡിക് മോഷൻ. ഒമേഗ ഈസ് എനി പോസിറ്റീവ് കോൺസ്റ്റന്റ്. നമ്മൾ ഇതിൽ ഓരോ ഇക്വേഷൻ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്ത് കാണണം. കണ്ടൂടെ? യെസ്. എങ്ങനെ നമ്മൾ കാണുന്നത്? ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി. ഒന്നാമത്തെ ഫങ്ഷൻ ഓഫ് ടൈം എന്താണ്? സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി. സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ എന്താണ്? സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി. സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി. ഓക്കെ, ഇതിന് മുമ്പ് ഒരു കാര്യം ട്രിഗണോമെട്രിക് ആണ്. സൈൻ ഓഫ് എ പ്ലസ് ഓർ മൈനസ് ബി ആക്ച്വലി എന്താണ് സൈൻ എ കോസ് ബി പ്ലസ് ഓർ മൈനസ് കോസ് എ സൈൻ ബി. എല്ലാവർക്കും അറിയല്ലേ ഇത്? സൈൻ ഓഫ് എ പ്ലസ് ബി വിൽ ബി സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഇക്വേഷനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവരാം? ഞാൻ ഈ സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടീനെ രണ്ട് സൈഡിലും 1/√2 കൊണ്ട് ഗുണിക്കട്ടെ. കോസ് ഒമേഗ ടി ഇൻറ്റു 1/√2. ഇനി ഈ ഹോൾ ഇക്വേഷനെയോ √2 കൊണ്ട് ഗുണിക്കട്ടെ. സോ ഇക്വേഷൻ സെയിം തന്നെ ഇല്ലേ? സോ എനിക്ക് √2 ഇൻറ്റു ഇത് ആക്ച്വലി എ കൊടുക്കാണ്. ഓക്കെ, ഇനി 1/√2 ആക്ച്വലി എന്താണ്? 1/√2 ആക്ച്വലി സൈൻ π/4 അല്ലേ? അതേപോലെ കോസ് π/4 അല്ലേ? യെസ്. സോ π/4 ബി. √2 സൈൻ എങ്ങനെ എടുക്കാം? എനിക്ക് സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് π/4 ഇങ്ങനെ എടുത്തൂടെ? യെസ്. സോ എനിക്ക് എന്ത് കിട്ടി? ഇതിനെ എങ്ങനെ ഞാൻ ചുരുക്കി എഴുതി, എങ്ങനെ മാറ്റി എഴുതി? √2 സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് π/4. ഇപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് പൈ. ആ ഒരു ഫോമിലേക്ക് മാറിയില്ലേ? ഇതെന്താണ് ആക്ച്വലി? This is an SHM. This represents simple harmonic motion. ഇനി ടൈം പീരീഡ് ജസ്റ്റ് ഇവിടെ നോക്കിയാൽ ടൈം പീരീഡ് എന്താ വരുന്നത്? ടൈം പീരീഡ് എന്താ വരുന്നത്? ടൈം പീരീഡ് വരിക 2π/ഒമേഗ. ഓക്കെ, ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തത് ആക്ച്വലി SHM ആണ്. യെസ്. രണ്ടാമത്തത് സൈൻ ക്യൂബ് ഒമേഗ ടി. ഓക്കെ, രണ്ടാമത്തെ എന്താണ് ഫംഗ്ഷൻ? സൈൻ ക്യൂബ് ഒമേഗ ടി ആക്ച്വലി എന്താണ്? ട്രിഗണോമെട്രി പഠിച്ച് നമുക്ക് മനസ്സിലാകും. സൈൻ ക്യൂബ് ഒമേഗ ടി എനിക്ക് എങ്ങനെ എഴുതാം? യെസ്, 1/4 3 സൈൻ ഒമേഗ ടി മൈനസ് സൈൻ ഓഫ് 3 ഒമേഗ ടി. ഇതാണ് സൈൻ ക്യൂബ് ഒമേഗ ടിയുടെ എന്ത് എക്സ്പാൻഷൻ. 1/4 3 സൈൻ ഒമേഗ ടി മൈനസ് സൈൻ ഓഫ് 3 ഒമേഗ ടി. ഓക്കെ, ആക്ച്വലി ഇവിടെ നമുക്ക് മനസ്സിലാകും ഈ സൈൻ 3 സൈൻ ഒമേഗ ടി എന്താണ് റെപ്രസെന്റ് ഒരു SHM ആണ് അല്ലെ? അതേപോലെ സൈൻ ഓഫ് 3 ഒമേഗ ടിയോ ഇതും ഒരു SHM ആണ്. സോ ഇത് ആക്ച്വലി എന്താണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സൂപ്പർ പൊസിഷൻ ഓഫ് 2 SHM ആണ് അല്ലേ? സൂപ്പർ പൊസിഷൻ ഓഫ് 2 SHM ഓഫ് ഡിഫറെന്റ് ഒമേഗ അല്ലെ? ഇവിടെ 3 ഒമേഗയാണ്, ഇവിടെ ഒമേഗ മാത്രം. ഡിഫറെന്റ് ഒമേഗ, ഡിഫറെന്റ് ആംഗുലർ ഫ്രീക്വൻസി ആണ്. സോ വി ക്യാൻ സേ സൂപ്പർ പൊസിഷൻ ഓഫ് 2 SHM ആണ്. സോ ഹോൾ സൈൻ ക്യൂബ് ഒമേഗ ടി ദിസ് നോട്ട് ആൻ SHM അല്ലെ? ഹോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദിസ് ഈസ് നോട്ട് ആൻ SHM. മോശം നോക്ക്. ഒന്നാമത്തത് 3 സൈൻ ഒമേഗ ടി, അതിന്റെ ടൈം പീരീഡ് എന്താ വരുന്നത്? T1 ഐ എം ടേക്കിംഗ് 2π/ഒമേഗ. ഇതിന്റെ ടൈം പീരീഡോ ഐ എം ടേക്കിംഗ് T2 വരെ എന്താണ്? 2π/3 ഒമേഗ. ദാറ്റ് ഈസ് ആക്ച്വലി T1/3.
T1/3. സോ ആക്ച്വലി എന്താണ് പീരിയോഡിക് മോഷൻ ആണ് അല്ലേ, പീരിയോഡിക് മോഷൻ ആണ്, ബട്ട് നോട്ട് SHM. ദിസ് ഇസ് പീരിയോഡിക് മോഷൻ. അതുകൊണ്ട് തന്നെ ഒരു ടൈം പീരീഡ് കാണും. ടൈം പീരീഡ് എങ്ങനെ കിട്ടുന്നത്? ടൈം പീരീഡ് എടുക്കണമെങ്കിൽ നമ്മൾ LCM ഓഫ് എന്ത് കണ്ടാൽ മതി? T1 ആൻഡ് T2 കണ്ടാൽ മതി. സോ അതിന്റെ LCM എന്താ വരിക? LCM വരുന്നത് നമുക്ക് എന്ത് തന്നെയാണ്? 2π/ω തന്നെയാണ്. ഓക്കെ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ വരുന്നത് 2π/ω തന്നെയാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? നോട്ട് SHM അല്ലേ? എന്താണ്? SHM അല്ല, SHM അല്ല. ഇറ്റ്സ് പീരിയോഡിക് മോഷൻ ആണ് ആൻഡ് ദിസ് പീരിയഡ് ഈസ് ഗിവൺ ബൈ 2π/ω. ഇനി നമ്മുടെ മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? മൂന്നാമത്തെ ഫംഗ്ഷൻ 3cos π/4 മൈനസ് 2ωt. 3cos π/4 മൈനസ് 2ωt. ഓക്കെ, അത് നോക്കാം. സോ മൂന്നാമത്തെ എന്താണ് വരുന്നത്? യെസ്, മൂന്നാമത്തെ വരുന്നത് 3cos ഇതായിരുന്നു. 3cos π/4 മൈനസ് 2ωt. ഓക്കെ, നമുക്കൊരു കാര്യം അറിയാം, എന്താണത്? cos തീറ്റ ഈസ് ഈക്വൽ ടു cos ഓഫ് മൈനസ് തീറ്റ. സോ എനിക്കിത് എങ്ങനെ എഴുതാം? ഇതിനെ മാറ്റിയിട്ട് 3cos 2ωt മൈനസ് π/4 ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാം. സോ നമുക്കിതിന് ഇത് സിംപ്ലി എന്താണ്? ഇറ്റ് സിംപ്ലി റെപ്രസെന്റ് SHM അല്ലേ? ബേസിക് SHM ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ടൈം പീരീഡ് വരുന്നത് 2π/ω. ഇവിടെ ω 2ω ആണ്. 2π/2ω. ടൈം പീരീഡ് വിൽ ബി π/ω. സോ മൂന്നാമത്തെ മോഷൻ ആക്ച്വലി SHM ആണ്. യെസ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? cos ωt പ്ലസ് cos 3ωt പ്ലസ് cos 5ωt. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് എന്താണ്? cos ωt പ്ലസ് cos 3ωt പ്ലസ് cos 5ωt. അഗെയിൻ സൂപ്പർ പൊസിഷൻ അല്ലേ? സൂപ്പർ പൊസിഷൻ ഓഫ് 3 SHM ആണ്. സോ ആസ് എ ഹോൾ പറയുമ്പോൾ എന്തല്ല SHM ആയിരിക്കത്തില്ല. നമുക്ക് ഇതിന്റെ ടൈം പീരീഡ് എന്തായിരിക്കും? നമ്മൾ T1 എടുക്കുകയാണെങ്കിൽ 2π/ω. ഇതെന്തായിരിക്കും? T2 എടുക്കുകയാണെങ്കിൽ 2π/3ω. ഓർ ഐ ക്യാൻ റൈറ്റ് T1/3. അതേപോലെ T3 ഇവിടെ എന്തായിരിക്കും? 2π/5ω. ഓർ ഐ ക്യാൻ റൈറ്റ് T1/5. സോ ആക്ച്വലി ടൈം ഇതിൽ പീരിയോഡിക് മോഷൻ ആയിരിക്കുമല്ലോ. ഇതിന്റെ മൊത്തത്തിൽ ടൈം പീരീഡ് കാണണമെങ്കിൽ എന്തെടുത്താൽ മതി? LCM ഓഫ് T1, T2, T3 എന്താ വരിക? അത് ആക്ച്വലി T1 അല്ല, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ത് തന്നെയാണ് വരുന്നത്? 2π/ω. യെസ്. ഓക്കെ, യെസ്. സോ ഇന്നത്തെ NCERT-ൽ അങ്ങനത്തെ ഒരു ചോദ്യം ഗിവൺ ആണ്. ഞാൻ കാണിച്ചു തരാം. എവിടെ ചോദ്യം? യെസ്, സയൻസ്. ഓക്കെ, അതിലില്ല. ആണെങ്കിൽ സയൻസ് സ്ക്വയർ ഒമേഗ ചുരുക്കിയത്. യെസ്. അപ്പൊ നമ്മളിപ്പോ കണ്ട എന്താണ്? പീരിയോഡിക് മോഷൻ ആണ്, ബട്ട് നോട്ട് SHM. ആൻഡ് ഇറ്റ്സ് ടൈം പീരീഡ് വരുന്നത് എന്താണ്? 2π/ω തന്നെ. ഇനി എത്രാമത്താണ്? ഇനി ഇ എന്താണ്? ഓക്കെ, e⁻⁻ ω²t². അഞ്ചാമത്തെ വരുന്നത് എന്താണ്? അഞ്ചാമത്തെ ഇവിടെ എഴുതാം. അഞ്ചാമത്തെ വരുന്നത് e⁻ω²t². ഇതിനല്ലേ വരുന്നത്? യെസ്. സോ ഒബ്വിയസ്ലി ദിസ് ഈസ് നോട്ട് ആൻ SHM അല്ലേ? ആക്ച്വലി എന്ത് ഫംഗ്ഷൻ ആണ് ഇത്? ആക്ച്വലി ലൈക്ക് അല്ലേ, എന്താണ് ഈ വാല്യൂ? ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്, നോട്ട് റിപ്പീറ്റീവ് ആണ്. ദിസ് ആക്ച്വലി എ ഡിക്രീസിങ് ഫംഗ്ഷൻ. This is a decreasing function, and also we can say not repeating. So periodic motion അല്ല. സോ നമ്മൾ ടൈം പീരീഡ് കാണേണ്ട ആവശ്യമില്ല. ഇനി ആറാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? 1 + ωt + ω²t². 1 + ωt + ω²t². ഇത് ആക്ച്വലി ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്.
It's also not repeating. It's not repeating, so it's not a periodic motion. Not repeating motion ആണ് അല്ലേ? It's not repeating. So obviously it's not periodic also. Not periodic ആണ്, നമ്മൾ ടൈം പീരീഡ് കാണേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഈസി അല്ലേ? യെസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സോ 13.4 നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ലെറ്റ്സ് മൂവ് ടു 13.5. We have a particle. A particle is in linear simple harmonic motion between 2 points A and B 10 centimeter apart. Take the direction from A to B as the positive direction and give the signs of velocity, acceleration and force on the particle when it is. Okay, again very simple ആണ്. ആദ്യം ഇത് റബ്ബ് ചെയ്ത് കളയട്ടെ. യെസ്. സോ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ചോദ്യം. We have a particle. A particle is in simple harmonic motion. Particle is in simple harmonic motion between 2 points A and B. Okay. Yes. ഇതാണ് അതിന്റെ മെയിൻ പൊസിഷൻ വിചാരിച്ചു. And this is A and this is B. Okay. Particle is in simple harmonic motion between 2 points A and B 10 centimeter apart. So ഇത് എത്രയായിരിക്കും? 5 centimeter ആയിരിക്കും. ഇതോ 5 centimeter. Amplitude is 5. Take the direction from A to B as positive direction. Okay. ഇങ്ങോട്ടേക്കുള്ള ഡയറക്ഷൻ പോസിറ്റീവ്, A to B പോസിറ്റീവ് ആയിട്ട് എടുക്കണം. And give the signs of velocity, acceleration and force on the particle when it is at the end A. Okay. At the end A ലായിരിക്കുമ്പോൾ മീൻസ് at the end A. പാർട്ടിക്കിൾ ഇവിടെയാണെങ്കിൽ എന്തൊക്കെ കാണണം? സൈൻസ് ആണ് കാണുന്നത്. സൈൻസ് ഓഫ് വെലോസിറ്റി, ആക്സലറേഷൻ ആൻഡ് ഫോഴ്സ്. ഓക്കെ, അതാണ് ആക്ച്വലി എ. എ എന്ന് പറയുന്നത് എ ഇവിടെ നിന്നത് എ. സോ നമുക്കൊരു എക്സ്ട്രീം വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? എങ്ങനെ? കാരണം വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലെ? ഇതല്ലേ വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്. വെലോസിറ്റി അറ്റ് എക്സ്ട്രീമില് എക്സ് ആംപ്ലിറ്റ്യൂഡ്, സോ 0 അല്ലെ? കറക്റ്റ് അല്ലേ? സോ വെലോസിറ്റി വരുന്നത് 0. വെലോസിറ്റി എന്താ വരുന്നത്? 0 അല്ലെ? അറ്റ് എക്സ്ട്രീംസിൽ വെലോസിറ്റി 0. ഇനി ആക്സലറേഷനോ? ആക്സലറേഷൻ ഈസ് ആക്സലറേഷൻ ഉണ്ടാവും, മാക്സിമം ആക്സലറേഷൻ ഉണ്ടാവും, മൈനസ് ഒമേഗ സ്ക്വയർ എ. ആക്സലറേഷൻ കാണും. എങ്ങോട്ടേക്ക് ഡയറക്ട് ചെയ്യുക? ഒബ്വിയസ്ലി ടുവേർഡ്സ് മീൻ പൊസിഷൻ. സോ ഇങ്ങോട്ടേക്ക് ഡയറക്ട് ചെയ്യില്ല ആക്സലറേഷൻ. സോ അങ്ങോട്ടേക്ക് നമ്മൾ പോസിറ്റീവ് അല്ലേ എടുക്കേണ്ടത്? സോ പോസിറ്റീവ്. ഇനി വെലോസിറ്റി കിട്ടി, ആക്സലറേഷൻ, വേറെ എന്താ വേണ്ടത്? ഫോഴ്സ്. ഒബ്വിയസ്ലി ആക്സലറേഷൻ ഡയറക്ഷനിലാണോ അതേ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ്. ഒബ്വിയസ്ലി ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഫോഴ്സ്. ഓക്കെ, യെസ്. ഇനി ബി, അറ്റ് ദ എൻഡ് ബി. ഇനി ബി സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പറയുന്നത്? പാർട്ടിക്കിൾ ഇവിടെയാണെങ്കിൽ അതാണ് സ്റ്റേറ്റ്മെന്റ് ബി. ഒബ്വിയസ്ലി അറ്റ് മാക്സിമം ഡിസ്റ്റൻസ് ആംപ്ലിറ്റ്യൂഡിലാണുള്ളത്. സോ അറ്റ് ആംപ്ലിറ്റ്യൂഡിലാണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ വെലോസിറ്റി അഗെയിൻ അവിടെ 0 ആയിരിക്കും. ആക്സലറേഷൻ ഇങ്ങോട്ടേക്കല്ല ഡയറക്ട് ചെയ്യുക? ടുവേർഡ്സ് സെന്റർ, ഓൾവേസ് ടുവേർഡ്സ് സെന്റർ. സോ ഇങ്ങോട്ടേക്ക് ഡയറക്ഷൻ എന്താണ്? നെഗറ്റീവ് ആയിരിക്കത്തില്ലേ? അല്ലെ? ഇങ്ങോട്ടേക്ക് ഡയറക്ഷൻ എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. സോ ആക്സലറേഷൻ ഡയറക്ഷൻ നെഗറ്റീവ് ആണ്. സോ ആക്സലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഫോഴ്സും എന്ത് തന്നെയാണ്? നെഗറ്റീവ് തന്നെയാണ്. ഓക്കെ, ഫോഴ്സും നെഗറ്റീവ് തന്നെയാണ്. ഇനി നമുക്ക് ഈ ഡയഗ്രാം ഒന്നുകൂടി വരക്കാം. ഓക്കെ, സി, യെസ്. ഓക്കെ, ഇത് പോയിന്റ് എ, ഇത് പോയിന്റ് ബി. സപ്പോസ് ഇതാണ് മെയിൻ പൊസിഷൻ. ഇത് 5 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ. ഇങ്ങോട്ടേക്ക് നമ്മൾ പോസിറ്റീവ് എടുക്കണം. ഒബ്വിയസ്ലി ഇങ്ങോട്ടേക്ക് നെഗറ്റീവ്. യെസ്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ എന്താണ് പറയുന്നത്? പാർട്ടിക്കിൾ എവിടെയാണുള്ളത്? അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ഗോയിങ് ടുവേർഡ്സ് എ. മിഡ് പോയിന്റ് ഓഫ് എ ബി ഗോയിങ് ടുവേർഡ്സ് എ. മിഡ് പോയിന്റ് ഓഫ് എ ഗോയിങ് ടുവേർഡ്സ് എ. സോ പാർട്ടിക്കിൾ ഇവിടെയാണ് ഉള്ളത്. പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി അവിടെ ഒരു വെലോസിറ്റി കാണും. ദർ വിൽ ബി മാക്സിമം വെലോസിറ്റി. വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? വെലോസിറ്റി ഇങ്ങോട്ടേക്ക്. ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് ആ ഡയറക്ഷനിലേക്ക്. സോ ആ ഡയറക്ഷൻ എന്താണ്? നെഗറ്റീവ് അല്ലേ? സോ വെലോസിറ്റി നെഗറ്റീവ്. ആക്സലറേഷനോ? we know that acceleration is always directed towards center. Acceleration എന്തായിരിക്കും? ഇങ്ങോട്ടേക്കായിരിക്കും ആക്സലറേഷൻ ഉണ്ടാവുക. സോ ആക്സലറേഷൻ ഇസ് പോസിറ്റീവ്. വെയിറ്റ്. ഇപ്പം പാർട്ടിക്കിൾ എവിടെയാണുള്ളത്? പാർട്ടിക്കിൾ മിഡ് പോയിന്റിലുള്ളത്. പാർട്ടിക്കിൾ മിഡ് പോയിന്റിലാ മീൻസ് പാർട്ടിക്കിൾ ഉള്ളത് മെയിൻ പൊസിഷനിലാണ്. മെയിൻ പൊസിഷനിൽ മൈനസ് ഒമേഗ സ്ക്വയർ ഡിസ്പ്ലേസ്മെന്റ് 0. സോ ആക്സലറേഷൻ 0 ആയിരിക്കും. സോ
ഒബ്വിയസ്ലി ഫോഴ്സും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? യെസ്. അടുത്തത് നാലാമത്തത്. At 2 centimeter away from B going towards A. 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 Okay, 2 centimeter away from B. So ഇവിടെയാണ് ഉള്ളത് 2 centimeter away from B going towards A. Okay, ഇങ്ങോട്ടേക്ക്. സോ ഈ കേസിൽ പറയുകയാണെങ്കിൽ വെലോസിറ്റി ഒബ്വിയസ്ലി ഉണ്ടാവും, ഇങ്ങോട്ടേക്കാണ് വരുന്നത്. സോ വെലോസിറ്റി നെഗറ്റീവ്, ആക്സലറേഷനും കാണും ടുവേർഡ്സ് മീൻ. സോ ആക്സലറേഷൻ നെഗറ്റീവ്, ഫോഴ്സ് ഈസ് ഓൾസോ നെഗറ്റീവ്. യെസ്, എല്ലാം നെഗറ്റീവ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത അഞ്ചാമത്തത്. At 3 centimeter away from A going towards B. 3 centimeter away from A going towards B. സോ പാർട്ടിക്കിൾ ഉള്ളത് ഇവിടെയാണ്, പാർട്ടിക്കിൾ ബിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുകയാണെങ്കിൽ വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും, ആക്സലറേഷൻ ടുവേർഡ്സ് സെന്റർ, ആക്സലറേഷനും പോസിറ്റീവ്, ഫോഴ്സ് ഈസ് ഓൾസോ പോസിറ്റീവ്, എല്ലാം പോസിറ്റീവ്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് എന്താണ്? At 4 centimeter away from B going towards A. 4 centimeter away from B going towards A. 4 centimeter away from B going towards A. സോ ഇവിടെയാണ് പാർട്ടിക്കിൾ ഉള്ളത്, ഗോയിങ് ടുവേർഡ്സ് എ. സോ ഈ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി പറയാം എന്ത്? നെഗറ്റീവ്, ആക്സലറേഷൻ ഈസ് ഓൾസോ നെഗറ്റീവ്, ഫോഴ്സ് ഈസ് ഓൾസോ നെഗറ്റീവ്, ലൈക് സിമിലർ ടു ദിസ് കേസ്. യെസ്, നമ്മളെല്ലാം പറഞ്ഞില്ലേ? ഓക്കെ, അത് എന്ത് ചെയ്തു? നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 13.5 നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് 13.6 വരാം. ഒന്നുകൂടെ. യെസ്. Which of the following relationships between the acceleration A and the displacement x of a particle involve simple harmonic motion? ഇതിൽ ഏത് റിലേഷൻ ആണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇൻവോൾവ് ചെയ്യുന്നത്? സോറി, ഇതാണോ? A is equal to 0.7x ആണോ? A equal to -200x² ആണോ? A equal to -10x ആണോ? or A equal to 100x³ ആണോ? ഇതിൽ ഏത് റിലേഷൻ ആണ് SHM എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് നമ്മളെ ചോദ്യം, അല്ലേ? സോ നമ്മൾ എങ്ങനെ കാണുന്നത്? സിമ്പിൾ ആണ്. SHM റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഒക്കെ എല്ലാവർക്കും അറിയാം. SHM റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ F should be directly proportional to -x. Acceleration is also directly proportional to -x. കറക്റ്റ് അല്ലേ? സോ ആകെ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ നോക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? A is equal to 0.7x. ഒബ്വിയസ്ലി ആക്സലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു x ആണ്, ബട്ട് നെഗറ്റീവ് സൈൻ ഇല്ല. സോ ഇതല്ല. രണ്ടാമത്തത് A equal to -200x². x should be, x ന്റെ പവർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇവിടെ x ന്റെ പവർ 2 ആണ്, ബട്ട് ഇതുമല്ല. നാലാമത്തെ A equal to 100x³. x ന്റെ പവർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇവിടെ പവർ 3 ആണ്. സോ ഇതുമല്ല, ബട്ട് ഇതാണല്ലേ A equal to -10x. ഇത് ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത് SHM. സിമ്പിൾ അല്ലേ? ബിക്കോസ് ഇവിടെ പറയാൻ പറ്റും A is directly proportional to -x. ഓക്കെ, യെസ്. ഇനി 13.6 നമ്മൾ അങ്ങനെ ഫിനിഷ് ചെയ്തു. ലെറ്റ്സ് മൂവ് ടു 13.7. The motion of a particle executing simple harmonic motion is described by the displacement function x of t equal to A cos omega t plus phi. X of t is equal to A cos omega t plus phi. ഇതാണ് കാണേണ്ടത്. If the initial time at time equal to 0, position of the particle is 1 centimeter and its initial velocity is omega centimeter per second. What are the amplitude and initial phase of angle? It is given. The angular frequency of the particle is pi per second. Okay. ഇതുവരെയാണ് ഒന്നാമത്തെ പോർഷൻ. ഒന്നാമത്തെ പോർഷൻ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം? കാണാം. സോ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? എല്ലാം ഗിവൺ ആണ്. സോ ഇതാ ഞാൻ റബ്ബ് ചെയ്ത് കളയാം. സോ നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് ആ ഒരു മോഷൻ എഴുതാം. എന്താണത്? x of t equal to
A cos omega t plus phi. A cos omega t plus phi. എന്താണ് ഒന്നാമത് ഗിവണ്? ടൈം t 0 ആയിരിക്കുമ്പോൾ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് 1 സെന്റിമീറ്റർ ആണ്. സോ 0 ഇതെന്താണ് 1 സെന്റിമീറ്റർ ആണ്, അത് ഗിവൺ ആണ്. പിന്നെയോ ഇനീഷ്യൽ വെലോസിറ്റി is also omega. ഓക്കെ, വെലോസിറ്റി അറ്റ് ടൈം t equal to 0 എന്താണ്? ഒമേഗ സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഒമേഗ സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ആംപ്ലിറ്റ്യൂഡും ഫേസ് ആംഗിളും കാണുക. എന്തൊക്കെയാണ് നമ്മൾ കാണേണ്ടത്? ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം, ഫേസ് ആംഗിളും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് പൈ പെർ സെക്കൻഡ്. ഓക്കെ, ഇതിന്റെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഗിവൺ ആണ്, പൈ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഓക്കെ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഗിവൺ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആണ്, നമുക്ക് എന്ത് ചെയ്യാം? സിംപിളി ഇക്വേഷനിൽ വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇത് ഗിവൺ ആണല്ലോ. സോ നമുക്ക് അത് ഇക്വേഷനിൽ കൊടുത്താൽ 1 സെന്റിമീറ്റർ ഈക്വൽ ടു എ കോസ് ടൈം 0 dx upon dt ചെയ്താൽ പോരെ? യെസ്. സോ വി ടി എന്താ കിട്ടുക? സൈനിലേക്ക് വരും, ഒബ്വിയസ്ലി മൈനസ് പ്ലസ് 5 അല്ലേ? ഇനി വെലോസിറ്റി ഈക്വൽ ടു 0 ഒമേഗ സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ അത് ചെയ്യുകയാണെങ്കിൽ ഒമേഗ സെന്റിമീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ 5. ഒമേഗ ആയി. സോ ഐ ക്യാൻ റൈറ്റ് -1 equal to a sin 5 -1 equal to a sin 5. സോ ആക്ച്വലി എനിക്ക് ഒരു ഇക്വേഷൻ കിട്ടി. 1 സെന്റിമീറ്റർ ഈക്വൽ ടു സെന്റിമീറ്റർ ആവശ്യമില്ല, 1 ഈക്വൽ ടു എ, അതുപോലെ -1 ഈക്വൽ ടു എ സൈൻ 5. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇക്വേഷൻ 1, 2 ഇക്വേഷൻ ഫസ്റ്റ് ആൻഡ് ഇക്വേഷൻ സെക്കൻഡ് സ്ക്വയർ ചെയ്ത് ഇക്വേഷൻ 1നെയും 2നെയും എന്ത് ചെയ്തു? ഞാൻ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? എനിക്ക് എന്ത് കിട്ടും? സ്ക്വയർ minus square equal to a cos square 5 plus a square sin square 5 അല്ലെ? ഇങ്ങനെ കിട്ടത്തില്ല, ഇങ്ങനെ കിട്ടും. This is 1 plus 1, this is 2 equal to a square cos square 5 plus sin square 5. We know that sin square theta plus cos square theta, sin square theta plus cos square theta equal to 1. So ഇതെന്തായിരിക്കും? ആക്ച്വലി ഈ ടേം 1 ആയിരിക്കും. സോ ഈക്വൽ ടു എ സ്ക്വയർ ഓർ ആംപ്ലിറ്റ്യൂഡ് എ ഈക്വൽ ടു √2 എന്ന് കിട്ടിയപ്പോ ആംപ്ലിറ്റ്യൂഡ് എ കിട്ടി, ആംപ്ലിറ്റ്യൂഡ് √2 സെന്റിമീറ്റർ. ആംപ്ലിറ്റ്യൂഡ് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ഫേസ് ആംഗിൾ ആണ് കാണേണ്ടത്. സോ ഫേസ് ആംഗിൾ കാണുന്നത് എങ്ങനെ ചെയ്യാം? നമ്മളെ ഇക്വേഷൻ 1ഉം 2 ഇല്ലേ? ഞാൻ 2/1 ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യണം. ഇക്വേഷൻ 2/1 അല്ലെ? ഇക്വേഷൻ 2/1 ഇതാണ് ഇക്വേഷൻ 2, ഇതാണ് ഇക്വേഷൻ 1, ഇതാണ് ഇക്വേഷൻ 1 അല്ലെ? ഇക്വേഷൻ 2/1 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? -1 ഈക്വൽ ടു tan 5. -1 ഈക്വൽ ടു tan 5. സോ -1 tan 5. സോ 5 ആരൊക്കെയാവാം? 2 പോസിബിലിറ്റി ഉണ്ട് ഫൈക്ക് വേണമെങ്കിൽ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ -π/4 ആവാം, അല്ലെങ്കിൽ ആരാ 3π/4 ആവാം, അല്ലെങ്കിൽ ആരാവാം 3π/4. ഇതാണ് നോക്കണമെങ്കിൽ ഏത് ഇക്വേഷൻ കൊടുക്കുക? ആരാണ് 1 ഈക്വൽ ടു a cos 5 കൊടുക്കുക? 1 ഈക്വൽ ടു a cos -π/4 കൊടുത്താലോ? സോ എന്താ വരിക? √2 into 1/√2, ദാറ്റ് ഈസ് 1 വരും. സോ കറക്റ്റ് ആണ്. ബട്ട് cos of 3π/4 -π/4 ആണ് എന്ത് വരുന്നത്? നമ്മുടെ കറക്റ്റ് ഫേസ് ആംഗിൾ വരുന്നത്. സോ ഫേസ് ആംഗിൾ മൈനസിൽ കൊടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നമുക്ക് നിർത്താം. -π/4 പ്ലസ് 2π ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഫേസ് ആംഗിൾ കിട്ടി 7π/4. എന്ത് കിട്ടി നമുക്ക്? 7π/4. ഓക്കെ, യെസ്. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആ ഒരു ആംപ്ലിറ്റ്യൂഡ് വരുന്നത് എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കിട്ടി, ആംപ്ലിറ്റ്യൂഡ് കിട്ടി √2 സെന്റിമീറ്റർ. ഇതേപോലെ 5 കിട്ടി എത്ര? 7π/4. എന്താണ് ഞാൻ 2π കൊണ്ട് ആഡ് ചെയ്തത്? ഫേസ് ആംഗിൾ 0ക്കും 2πക്കും അടക്കാവണം, മൈനസ് ആവരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത് 2π കൊണ്ട് ആഡ് ചെയ്തത്. യെസ്, അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഇത് കിട്ടിയത്, 7π/4 കിട്ടിയത്. ഓക്കെ, യെസ്. സോ ആക്ച്വലി നമ്മൾ ഇതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തോടെ എക്സ് ഓഫ് ടി ഈക്വൽ ടു √2 cos
ഒമേഗ ടി പ്ലസ് 7π/4. കറക്റ്റ് അല്ലേ? യെസ്. ഇനി അതിനൊരു സെക്കൻഡ് പോർഷൻ ഉണ്ട് ആ ചോദ്യത്തിന്. ഈ ഇൻസ്റ്റെഡ് ഓഫ് ദ കൊസൈൻ ഫംഗ്ഷൻ, ഈ കോസ് ഫംഗ്ഷന് പകരം നമ്മൾ സൈൻ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തതെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ഇതിലെ ബി സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ ആണെങ്കിൽ what are the amplitude and initial phase of the particle which the above initial condition. ഓക്കെ, സെയിം സംഭവം തന്നെ. ഇക്വേഷൻ കോസിന് പകരം ഞാൻ സൈൻ ആണ് എടുത്തതെങ്കിൽ ആംപ്ലിറ്റ്യൂഡും ഫേസ് ആംഗിളും ഒക്കെ എന്താകും? സെയിം ഇക്വേഷൻ തന്നെ ഞാൻ കൊസൈൻ ഫംഗ്ഷന് പകരം സൈൻ ഫംഗ്ഷൻ ആണ് എടുത്തതെങ്കിൽ എന്താകുമെന്നാണ് നമ്മുടെ ചോദ്യം. കണ്ടൂടെ? യെസ്, കാണാം. യെപ്പ്. സോ നമുക്ക് പോകാം. ആ ഒരു കൊസൈൻ ഫംഗ്ഷന് പകരം നമ്മൾ സൈൻ ഫംഗ്ഷൻ ആണ് എടുത്തതെങ്കിൽ സോ എന്ന് പറയാൻ പറ്റും. നമ്മുടെ ഇക്വേഷൻ എന്താണ് വരുന്നത്? ഇക്വേഷൻ വരുന്നത് എക്സ് ഓഫ് ടി ഈക്വൽ ടു ബി സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ അല്ലെ? ബി സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ. എന്തുകൊണ്ട്? ടൈം ടി ഈക്വൽ ടു 0, ഡിസ്പ്ലേസ്മെന്റ് 1 ആണ്. സോ 1 ഈസ് ഈക്വൽ ടു ബി സൈൻ ആൽഫ. ഇനി വെലോസിറ്റിയിലേക്ക് മാറ്റിയാലോ? വെലോസിറ്റി എന്തായിരിക്കും? എന്താ വരിക? ബി ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ്, കറക്റ്റ് അല്ലേ? ബി ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5. സോ വെലോസിറ്റി നമുക്കറിയാം ടൈം ടി ഈക്വൽ ടു 0 ഒമേഗയാണ്. സോ ഒമേഗ ഈക്വൽ ടു ബി ഒമേഗ കോസ് 5. ഒമേഗ കട്ടാകും. 1 ഈക്വൽ ടു ബി കോസ് 5. രണ്ട് ഇക്വേഷൻ കിട്ടി. എന്തൊക്കെയാണ് കിട്ടിയത്? 1 ഈക്വൽ ടു ബി സൈൻ 5 ആൻഡ് 1 ഈക്വൽ ടു ബി കോസ് 5. സോ ഞാൻ ഈ ഒന്നാമത്തെ ഇക്വേഷന്, ഇത് രണ്ടാമത്തെ ഇക്വേഷന് ഞാൻ എന്ത് ചെയ്യാണ്? ഒന്നാമത്തെ ഇക്വേഷൻ സ്ക്വയർ ചെയ്തു, രണ്ടാമത്തെ ഇക്വേഷൻ സ്ക്വയർ ചെയ്തു, ഇത് രണ്ടും ആഡ് ചെയ്തു. എനിക്ക് എന്ത് കിട്ടും? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു ബി. ബിന്റെ പറഞ്ഞിട്ടില്ലേ? ബി സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ. ഇവിടെ ആൽഫ ആൽഫ ആൽഫയാണ് ആൽഫ ആൽഫ ആൽഫ. സോ നമുക്ക് എന്ത് കിട്ടും? ബി. സോ 2 ഈക്വൽ ടു ബി, ഓർ വി ക്യാൻ സേ ആംപ്ലിറ്റ്യൂഡ് ബി ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ അല്ലേ? √2. ആംപ്ലിറ്റ്യൂഡ് മാറുന്നുണ്ടോ? ഇല്ല. ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഫേസ് ആംഗിൾ കാണാൻ 2/1 കൊടുക്കാണ്. 2/1 കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? tan φ ഈക്വൽ ടു 1. tan ആൽഫ ഈക്വൽ ടു 1 കിട്ടും. രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ അത് എന്താവാം? π/4 ആവാം, അല്ലെങ്കിൽ അത് എന്താവാം? 5π/4 ആവാം. ഏത് ആരാണ് വാലിഡ് ആവുന്ന എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മള് ഇക്വേഷൻ ജസ്റ്റ് കൊടുത്താൽ മതി. 1 ഈക്വൽ ടു ബി സൈൻ 5 അല്ലേ? സോ 1 ഈക്വൽ ടു ബി √2 സൈൻ 5 1/√2 കറക്റ്റ് ആണ്. സോ ഈ ഇക്വേഷൻ ആണ് എന്ത് വാലിഡ് ആവുന്നത്? 5/4. ഓക്കെ, കറക്റ്റ് അല്ലേ? സോ രണ്ടാമത്തെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് വരുന്നത് എത്രയാണ്? രണ്ടാമത്തെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് വരുന്നത് √2 സെന്റിമീറ്റർ. ഫേസ് ആംഗിൾ വരുന്നത് π/4. ആംപ്ലിറ്റ്യൂഡ് വരുന്നത് √2 സെന്റിമീറ്റർ, ഫേസ് ആംഗിൾ വരുന്നത് എത്രയാണ്? π/4. സോ സൈൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ആ മോഷനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സൈൻ ഫംഗ്ഷൻ ആണെങ്കിൽ വരുന്നത് √2 സൈൻ ഒമേഗ ടി പ്ലസ് π/4. കറക്റ്റ് അല്ലേ? √2 സൈൻ ഒമേഗ ടി പ്ലസ് π/4. Okay, easy. Yes. So let's move to 13.8. We have a spring balance as a scale that reads from 0 to 50 kg. The length of the scale is 20 centimeter. A body is suspended from this balance. When it is placed and released, oscillates with a period of 0.6 second. What is the weight of the body? Okay, so നമ്മൾ ചെയ്തതാണ്. This is done. ഇതും 13.9 ചെയ്തതാണ്. 13.10 ഇതോ ചെയ്തതാണ്. 13.11 നമ്മൾ ചെയ്തു. 13.13 നമ്മൾ ചെയ്തത്. ഓക്കെ, ചെയ്തു. 13.14 ചെയ്തു. 15, 16, 17, 18 ഓക്കെ, എല്ലാം ചെയ്തില്ലേ? യെസ്. ഐ തിങ്ക് 13.12 ആണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഒന്നാമത്തെ എന്താണ്? x is equal to -2 sin of 3t plus π ചെയ്തല്ലോ നമ്മള്. 14.29. യെസ്. നമ്മള് ഓക്കെ, ഇത് ബാക്കിയാണല്ലേ? 13.12 നമ്മൾ എന്ത് ചെയ്യാണ്? സോൾവ് ചെയ്യാൻ ബാക്കിയാണ്. നമുക്ക് അതും ചെയ്യാം, സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഒന്നാമത്തെ എന്താണ് വരുന്നത്? ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? ഒന്നാമത്തെ ഇക്വേഷൻ 3 sin
മൈനസ് 2 സൈൻ 3t പ്ലസ് 5/3 അല്ലാതെ അതിലെ ഒന്നാമത്തെ ഇക്വേഷൻ വരുന്നത് യെസ്. സോ നമ്മൾ എഴുതാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എ വരുന്നത് എന്താണ്? ഇതിനെ നമ്മൾ സർക്കുലർ മോഷനിലേക്ക് മാറ്റി എഴുതേണ്ടത് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2 സൈൻ 3t പ്ലസ് 5/3 മൈനസ് 2 സൈൻ 3t പ്ലസ് 5/3 കറക്റ്റ് അല്ലേ? നോക്കണ്ട, നമുക്ക് ടൈം t0 കൊടുക്കും. ടൈം t0 കൊടുത്താൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര വരിക? ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് എത്രയായിരിക്കും? മൈനസ് 2 സൈൻ 5/3. ഇതെത്ര വരിക? മൈനസ് 2 സൈൻ 5/3 സൈൻ 60. സൈൻ 60 എത്ര വരുന്നത്? √3/2. കറക്റ്റ് അല്ലേ? സോ ഇത് വരുന്നത് ആക്ച്വലി ഇതായിരിക്കും മൈനസ് √3. കറക്റ്റ് അല്ലേ? മൈനസ് √3. മൈനസ് √3 അല്ലേ? യെസ്, മൈനസ് √3 അല്ലേ വരുന്നത്? യെസ്. സൈൻ 60 √3/2. യെസ്. ഓക്കെ, ഇനി വെലോസിറ്റിയിലേക്ക് നമ്മൾ മാറ്റിയാലോ? വെലോസിറ്റി നമുക്ക് പറയാൻ പറ്റും. വെലോസിറ്റി എങ്ങനെ എഴുതും? മൈനസ് ടു കോസ് 3t പ്ലസ് 5/3. കറക്റ്റ് അല്ലേ? യെസ്. വെലോസിറ്റി ടൈം t = 0 എന്തായിരിക്കും? മൈനസ് 2 കോസ് 5/3. ദാറ്റ് ഈസ് മൈനസ് 2 ഇൻറ്റു 1/2. കറക്റ്റ് അല്ലേ? മൈനസ് 2 ഇൻറ്റു 1/2. അവിടെ ഉണ്ട്. ഓക്കെ, ഇൻറ്റു 3 കൊണ്ട് ഗുണിക്കണ്ടേ? ഒമേഗ. സോ മൈനസ് 6 വരാണ് ഇൻറ്റു 3. സോ മൈനസ് 3 ആണ് വരുന്നത്. എത്ര വരുന്നത്? മൈനസ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. മൈനസ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, യെസ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ബി. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് 5/6 മൈനസ് ടി. കോസ് ഓഫ് 5/6 മൈനസ് ടി. കോസ് ഓഫ് 5/6 മൈനസ് ടി. ഇവിടെ നോക്കാം, ടൈം t = 0 എക്സ് എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു ഇത് നമുക്ക് കോസ് ഓഫ് ഇങ്ങനെ എഴുതിക്കൂടെ? കോസ് ഓഫ് ടി മൈനസ് 5/6 അല്ലെ? ബിക്കോസ് കോസ് ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഓഫ് മൈനസ് തീറ്റ. സോ എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് മൈനസ് 5/6. കറക്റ്റ് അല്ലേ? മൈനസ് 5/6. സോ എത്ര വരെ ഇത്? again cos of 5/6 only, that is √3/2. √3/2 സെന്റിമീറ്റർ ആണ് വരുന്നത് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. വെലോസിറ്റിയിലേക്ക് മാറ്റിയാലോ നമുക്ക് എന്ത് കിട്ടും? മൈനസ് സൈൻ ടി മൈനസ് 5/6 ഓർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ കൂടെ സൈൻ ഓഫ് 5/6 മൈനസ് ടി. കറക്റ്റ് അല്ലേ? സൈൻ ഓഫ് 5/6 മൈനസ് ടി ഇങ്ങനെ എഴുതാം. സോ വെലോസിറ്റി ടൈം 0 വെലോസിറ്റി എന്താ വരിക? സൈൻ 5/6. സോ വെലോസിറ്റി വരെ എന്താണ്? 1/2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് അല്ലേ? 1/2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. യെസ്, വെലോസിറ്റി നമുക്ക് വരുന്നത് 1/2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, യെസ്. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? മൂന്നാമത്തത് 3 സൈൻ 2πt പ്ലസ് 5/4. ഓക്കെ, അതല്ലേ മൂന്നാമത്തത്? മൂന്നാമത്തെ ചെയ്യാൻ മൂന്നാമത്തെ നോക്കാം. യെസ്, മൂന്നാമത്തെ എന്താണ് വരുന്നത്? 3 സൈൻ x is equal to 3 സൈൻ 2πt പ്ലസ് 5/4 അല്ലേ? ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഒബ്വിയസ്ലി 3 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 0 ആണെങ്കിൽ x at 0 will be how much? 3 sin 5/4. 3 sin 5/4. This will be 3 1/√2. This will be 3/√2 centimeter. 3/√2 centimeter. 3/√2 centimeter അല്ലേ? യെസ്. ഇനിയോ വെലോസിറ്റി ആണെങ്കിലോ, വെലോസിറ്റി അറ്റ് ടൈം t = 0 ആണെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ 3 into 2π. 3 into 2π cos of 2πt plus 5/4. കറക്റ്റ് അല്ലേ?
Yes. So velocity equal to 0 will be velocity at 0 will be how much? 6 pi cos pi by 4. That is cos 4 is 1 by root 2. 6 pi by 1 by root 2. That will be 3 pi to 3 root 2 pi. 3 root 2 pi. 3 root 2 pi. 3 root 2 pi. Yes. ഇനി ലാസ്റ്റ് ഡി എന്താണ്? ഡി എന്താണ്? ഡി ലാസ്റ്റ് വരുന്നത് 2 cos omega t. 2 cos pi t. ഡി വരുന്നത് x is equal to 2 cos pi t. 2 cos pi t. സോ 0 കൊടുത്താൽ ടൈം t equal to 0 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ടൈം t equal to 0 കൊടുത്താൽ x will be 2 into cos 0, that is 2 into 1, that is 2 centimeter. Okay. Velocity will be how much? Velocity 2 cos pi t minus 2 pi sin pi t. So velocity at 0 will be how much? Minus 2 pi sin 0. Sin 0 is 0. So velocity എന്തായിരിക്കും? 0 ആയിരിക്കും. Yes. Velocity വരുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. Yes. ഓക്കെ. സോ വെലോസിറ്റി 0 ആണെങ്കിൽ അത് എവിടെയായിരിക്കും പാർട്ടിക്കിൾ ഉള്ളത്? യെസ്, പാർട്ടിക്കിൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡിലായിരിക്കും ഉണ്ടാവും അല്ലേ? യെസ്. ഓക്കെ, ഈസി അല്ലേ? യെസ്. നമ്മൾ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പൊ സോൾവ് ചെയ്തില്ലേ? യെസ്. സോ ഇത് നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഇതും കംപ്ലീറ്റ് ആണ്. യെസ്. നമ്മൾ എന്ത് ചെയ്തു? എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? സോ നമുക്ക് ഓസിലേഷൻ ചാപ്റ്റർ എന്ത് ചെയ്യാം? ഇവിടെ ഫിനിഷ് ചെയ്യാം. ഓക്കെ. യെസ്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. യെസ്. താങ്ക് യു എവ്രി വൺ. ഞാൻ എന്ത് ചെയ്യാൻ ഇവിടെ ഫിനിഷ് ചെയ്യാൻ പോവാം.